നല്ലോണം കൂട്ടുകാരാണ് നൈസാ കണ്ടിരിക്കാം. നല്ലായിരുന്നു, അടിപൊളി. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മൂവി. ആ കൊള്ളാം, നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്, നല്ല മൂവി. നല്ല ഊളുണ്ട്. ആഫ്റ്റർ ലോങ് ടൈം നല്ലൊരു മോഹൻലാൽ മൂവി കണ്ട പോലെ തോന്നുന്നു. ഉണ്ട്, സസ്പെൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്താലും ഒരു സസ്പെൻസ് മൂവി. നല്ല മൂവി, നന്നായിട്ടുണ്ട്. മൂവി വൈസ് ആ മൂവിയായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. ദിസ് ഇസ് ഫാർ ബെറ്റർ. നല്ല മൂവിയാണ്. പടം കൊള്ളാം. എന്തായാലും ഈ പടം വിജയം തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മോഹൻലാലിൻ്റെ ഒരു ദൃശ്യത്തിൻ്റെ വേറൊരു വേർഷൻ. ദൃശ്യത്തിലെ ഒരു ലോജിക്കൽ കണക്ഷൻ ആണെങ്കിൽ ഇതിൽ അടിപൊളി ആക്ഷനാണ്. ഒരു മാസ് ആക്ഷനും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സ്റ്റാർഡമായിട്ടുള്ളൊരു സിനിമ. മോഹൻലാലിൻ്റെ അഭിനയമൊക്കെ മോഹൻലാലിൻ്റെ ഒരു സ്വാഗ് ഉണ്ടല്ലോ, അതിൻ്റെ ബലത്തിലാണ് ഈ പടം പോണത്. എനിക്കിഷ്ടപ്പെട്ടു. വളരെ നല്ല പടം. ലാലേട്ടൻ്റെ സൂപ്പർ പടം. നല്ല കഥയും തരുൺമൂർത്തിയുടെ മേക്കിങ് സൂപ്പറായിട്ടുണ്ട്. നല്ല സിനിമ, ഉഗ്ര സിനിമ. തന്നെ കാണാം. ഓക്കെ, കൊള്ളാം. നല്ല മൂവി. മൊത്തത്തിൽ ഡയറക്ഷനും മ്യൂസിക്കും എല്ലാം നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല പടമാണ്, ഹിറ്റായിരിക്കും തോന്നുന്നു. ലാലേട്ടൻ മൂവി കുറേ നാളായിട്ട് ലാലേട്ടൻ്റെ നല്ല പടങ്ങൾക്ക് ശേഷം വന്നൊരു നല്ല പടം തന്നെയാണ്. കിടിലൻ പടം, ഒരു രക്ഷയില്ല. സൂപ്പർ പടം. മേക്കിംഗ് എല്ലാം അടിപൊളി. ലാലേട്ടൻ ഒരു രക്ഷയില്ല. ലാലേട്ടൻ പഴയ ലാലേട്ടനെ ഇപ്പോഴാണ് തിരിച്ച് കിട്ടിയത്. വർഷങ്ങൾക്ക് ശേഷം കംപ്ലീറ്റ്ലി ലൂസിഫറിന് ശേഷം തിയേറ്ററിൽ നിന്ന് ഹാപ്പി ആയിട്ട് ഇറങ്ങുന്നത് ഈ സിനിമയ്ക്കാണ്. മാസ് കണ്ടു നോക്കൂ, ഒന്നും പറയാനില്ല. ഫാമിലി ഡ്രാമ എന്നൊക്കെ പറയും, പക്ഷെ കണ്ടു നോക്ക്, വേറെ ലെവൽ പടം. സൂപ്പർ സിനിമ, നല്ല ത്രില്ലർ മൂവി. ഫീൽ ഗുഡ് മൂവി അല്ല എങ്കിലും കൊള്ളാം. നല്ല ത്രില്ലിംഗ് ഉള്ള, നല്ല ടെൻഷൻ. കോമഡി അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ആക്ഷൻസ് ലാലേട്ടൻ്റെ പടം അടിപൊളി. പടം കൊള്ളാം. രഞ്ജിത്തിൻ്റെ പടമല്ലേ, എങ്ങനെ വിജയിക്കും? അഭിനയം കൊള്ളാം, എല്ലാം നല്ല ഇതാണ്. നല്ല അഭിനയം. തകർത്തു. മോഹൻലാൽ ലാലേട്ടൻ്റെ തിരിച്ചു വരുന്നല്ല, ഒന്നും കൂടി ബെറ്റർ ആക്കി. അടിപൊളി. ധൈര്യമായിട്ട് കാണുമ്പോൾ വീണ്ടും എന്തായാലും ഇപ്പോൾ കണ്ടിരിക്കും. ഫാമിലി ആയിട്ട് വീണ്ടും വന്നിരിക്കും. സൂപ്പറായിട്ട്. അടിപൊളി പടം. എപ്പോഴും ഈ പഴയ ലാലേട്ടൻ ഒന്നും പിടിക്കണ്ട. ലാലേട്ടൻ എപ്പോഴും ഒന്നേ ഉള്ളൂ. ഷോ പഴയതുപോലെ തന്നെയാണ്. നമുക്ക് ആ ഒരു വിൻറ്റേജ് സ്റ്റൈലിൽ നമുക്കത് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ പഴയത് പുതിയതെന്ന് പറഞ്ഞിട്ടൊരു കമ്പാരിസണിൻ്റെ കാര്യമൊന്നുമില്ല. എപ്പോഴും അവരാ ഒരു പുതുമ എപ്പോഴും കീപ്പ് ചെയ്യും. നമ്മളത് കൂടുതൽ പറയാതിരിക്കുന്നത് നല്ലത്. എല്ലാവരും വന്ന് കാണുക, അത്രേ ഉള്ളൂ. ഫാമിലിയായിട്ട് ഒന്ന് കാണാൻ പറ്റുന്ന പടം, വേറെ കുഴപ്പമൊന്നുമില്ല. നന്നായിരുന്നു, നല്ല ഇതുണ്ടായിരുന്നു. അത് ഫസ്റ്റ് ടൈമൊക്കെ ഫാമിലി ആയിട്ട് വന്നു, പിന്നെ ഇടയ്ക്ക് കുറച്ച് മാറി വന്നു, എന്നാലും നന്നായിരുന്നു. ഒരു ത്രില്ലിംഗ് ടൈപ്പ്, നമ്മൾ പിടിച്ചിരുത്തും സിനിമ. അതെ, നന്നായിട്ട് അവസാനം വരെ പിടിച്ചെടുത്തു. സൂപ്പറായിരുന്നു. അതെ, അതാ ഞാൻ പറഞ്ഞത്. വീണ്ടും കുറേ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അവരുടെ കോമ്പിനേഷൻ വന്ന് അത് കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. മൊത്തത്തിൽ പടം ഗംഭീരമായിട്ട്, കാരണം നമുക്ക് ആ ഇത്തരത്തിലൊരു കഥയിലേക്ക് പോകും നമ്മൾ. പിന്നെ ഇതിനകത്തുള്ള ഒരു കാര്യം വെച്ചാൽ, ഒരുപാട് കുടുംബ പ്രേക്ഷകർ വിചാരിക്കും തുടരുമെന്നൊക്കെയുള്ള സത്യനന്ദിക്കാട് അത്തരത്തിലുള്ളൊരു സ്റ്റോറി ആയിട്ട് അത് മുഴുവൻ ആസ്വദിക്കാമെന്നും പറഞ്ഞ് വരുന്നവരുണ്ടാവും. പക്ഷെ അതല്ല, അതിനകത്ത് കഥ ശരിക്കും സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ആ കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു. തീർച്ചയായും മോഹൻലാലിൻ്റെ ഓരോ ഫിംഗർ ടു ഹെഡ് എന്ന് പറഞ്ഞാൽ ഓരോ ചലനങ്ങൾ, ആ ബോഡി ലാംഗ്വേജ് എല്ലാം ശരിക്കും അഭിനയത്തിൻ്റെ ഒരുപാട് മുഹൂർത്തങ്ങൾ നമുക്ക് കാണാൻ കഴിയും. രണ്ടുപേരും കോമ്പിനേഷൻ വരുമ്പോൾ നമുക്ക് പ്രേക്ഷകർ കുറവാണ്. കോമ്പിനേഷനിലുള്ള അഭിനയ സാധ്യത കുറവാണ്. എങ്കിൽ കൂടിയും ചില മുഹൂർത്തങ്ങൾ നമുക്ക് എടുത്ത് പറയാൻ കഴിയും. ശോഭനയും മോഹൻലാലുമായിട്ടുള്ള കോമ്പിനേഷനിൽ ചില മുഹൂർത്തങ്ങൾ ശരിക്കും ഉണ്ട്. എന്നാലും കൂടുതൽ നമ്മളതിലില്ല. അതിനേക്കാൾ ഉപരി ആ കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു. ഈ നാഗവല്ലിയൊക്കെ വീണ്ടും കാണാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു. ഇല്ല, അങ്ങനെയല്ല. നാഗവല്ലി എന്നുള്ളതല്ല, അത് അത്തരത്തിൽ നാഗവല്ലി എന്ന് പറയാൻ പറ്റില്ല. ആ കഥാപാത്രം എന്താണോ
അത് നാഗവല്ലി നമ്മളെ മനസ്സിൽ കിടക്കണോണ്ട് ആ ഒരു റിസംബ്ലൻസ് തോന്നിയെന്നുള്ളതേ ഉള്ളൂ. കിടിലം പടം ഒന്നും പറയാം, സൂപ്പർ കാത്തിരുന്ന് നമ്മൾ മോഹൻലാൽ ഒരിടത്തും പോയിട്ടില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ട്. അത് ഒന്നും പറയില്ല, അത് എന്ത് പറയാം, അങ്ങനെയൊന്നും പറയാനില്ല, കൊള്ളാം അത്ര തന്നെ, സൂപ്പർ പടം ഒന്നും പറയില്ല. എല്ലാവരും പോയി കണ്ടു, സൂപ്പറായിട്ടുണ്ട്, എല്ലാവരും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തു, എല്ലാം കിടിലം, ഒന്നും പറയാനില്ല, എല്ലാം സൂപ്പറാണ്. ഞാൻ എന്തായാലും ചിലപ്പോൾ 3-4 വട്ടം ഇനി കാണും, അത്രയ്ക്കും കിടിലം പടം, ഒന്നും പറയില്ല, അത്രേ ഉള്ളൂ. കൊള്ളായിരുന്നു. ഞാൻ ഒന്നും വിചാരിക്കാതെയാണ് പോയി കണ്ടത്. അപ്പോൾ സിനിമ കിട്ടില്ല, സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അങ്ങനെ വേറെ ഇത് പറയണേ കഥ ഫുള്ള് പറയാം. ലാലേട്ടൻ സൂപ്പറായിരുന്നു, ഭയങ്കര രോമാഞ്ചമല്ലായിരുന്നത്. ഇനിയെങ്കിൽ ലാലേട്ടൻ്റെ കുറേ നാൾ ചീത്ത വിളി കേൾക്കില്ലല്ലോ ആരും, അതിന് ഭയങ്കര സന്തോഷം, സൂപ്പറായിട്ടുണ്ട്. കാണാൻ കഴിഞ്ഞു. ആ ഓഫീസറേയും പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, പഴയ ഒരു ഓർമ്മകളൊക്കെ. എല്ലാം സൂപ്പർ, ഡയറക്ഷൻ സൂപ്പർ, തരുൺ മൂർത്തിയുടെ. അങ്ങനെയൊന്നും ശ്രദ്ധിച്ചില്ല, ലാലേട്ടൻ ശ്രദ്ധിച്ചിരുന്നത് മൊത്തം സ്റ്റോറിയിൽ ലയിച്ച് നമ്മൾ ഇരുന്ന് പോകും. ഓക്കെ, നന്നായിട്ടുണ്ട്. ഓഫീസറെ എടുത്തു പറയണം കേട്ടോ, പുള്ളിയുടെ പേര് എനിക്കറിയത്തില്ല, ജോർജായിട്ട് അഭിനയിച്ച ആൾ. പിന്നെ നമ്മളെ ഒരു പപ്പുവിൻ്റെ മോൻ, പുള്ളിയുടെ മോനും എല്ലാവരും നല്ല സൂപ്പറായിട്ടുണ്ട്. ത്രില്ലിങ്ങും ക്ലാസിക്കും ഫാമിലിയും കണക്ഷനും എല്ലാം ഉള്ളത് തന്നെ. ആ സൂപ്പറായി, കുഴപ്പമില്ല. നമ്മളൊരു 90s-ലേക്ക് ഉള്ള ഒരു ലാലേട്ടനെ കാണാൻ പറ്റുമോ സിനിമയിൽ? ശരിക്കും നന്നായിരുന്നു, കുഴപ്പമില്ല. ഒരു ആദ്യം ഇത്തിരി പോരായിരുന്നു, പിന്നെ അത് ഡെവലപ്പ് ചെയ്തു, മെച്ചമായി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.